Hi dear students, welcome back to Sapphire Future Academy Board Booster Series. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ച DNA പാക്കിംഗ് ഒക്കെ പഠിച്ചു അല്ലേ? പ്രൊകാരിയോട്സിലും യൂകാരിയോട്സിലൊക്കെ എങ്ങനെയാ പാക്കിംഗ് എന്നൊക്കെ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്താണ് DNA RNA നമ്മുടെ ന്യൂക്ലിയസിലുണ്ട് അല്ലെ, നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷെ എന്താണ് DNA ആണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ബോഡിയിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ അല്ലെ, നമ്മുടെ സെല്ലിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു സയന്റിസ്റ്റ് ഉണ്ട്. നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ ജീൻസിനെ ക്യാരി ചെയ്യുന്ന ആൾ അല്ലെ, അതുണ്ടെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? DNA ആണെന്നൊന്ന് കൺഫേം ചെയ്തു. ആ എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നോക്കാം, നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയും. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് ആണ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് സെർച്ച് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റിന്റെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്ത് കൊടുക്കാം? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്. പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഫ്രെഡറിക് ഗ്രിഫ്റ്റ് എന്ന് പറയും. 1928 കുറച്ച് എക്സ്പെരിമെന്റ്സ് നടത്തി. അപ്പോൾ എക്സ്പെരിമെന്റ്സിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമുക്ക് ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയ അറിയാലോ, പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അപ്പൊ ഈ ബാക്ടീരിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ഏത് ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്? നിമോണിയ. നിങ്ങൾ കേട്ടിട്ടുള്ള ഡിസീസ് ആണ് നിമോണിയ. നിമോണിയ എന്താണ്? നമ്മുടെ ലങ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് നിമോണിയ. അപ്പോൾ ഈ നിമോണിയ കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയിലാണ് എന്ത് ചെയ്തത്? സ്റ്റഡി നടത്തിയത്. ഈ ബാക്ടീരിയാസ് മാത്രമല്ല, പിന്നെ ആരെയും കൂടി എടുത്തു? മൈസിലുമാണ് എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ നമ്മുടെ ഈ ബാക്ടീരിയ, അതായത് നമ്മുടെ നിമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് എന്ത്? സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ എന്ന് പറയും. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. അപ്പൊ കോക്കസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഏതായിരിക്കും ഷേപ്പ്? റൗണ്ട് ഷേപ്പ് ഉള്ള ബാക്ടീരിയാസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ്. അപ്പോൾ ഈ ബാക്ടീരിയക്ക് എന്തുണ്ട്? 2 ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 2 സ്ട്രെയിൻസ് ഉണ്ട്. വൺ ഈസ് കോൾഡ് സ്മൂത്ത് കോളനി അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻസ് എന്ന് പറയും. ദെൻ റഫ് സ്ട്രെയിൻ അല്ലെങ്കിൽ റഫ് കോളനി. അപ്പോൾ ഈ സ്മൂത്ത് കോളനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർക്ക് ഇവരുടെ ബോഡിയുടെ മുകളിൽ ഒരു എക്സ്ട്രാ ഒരു കവറിങ്ങും കൂടി ഉണ്ട്. ഒപ്പം തന്നെ എന്താണ്? ഇവരാണ് വിറുലന്റ്. എന്താ വിറുലന്റ് എന്നുള്ള വേർഡിന്റെ അർത്ഥം? ദാറ്റ് മീൻസ് പാത്തോജനിക് എന്ന് പറയും. വിറുലന്റ് ദാറ്റ് മീൻസ് പാത്തോജനിക്. എന്താ പാത്തോജനിക് എന്ന് പറഞ്ഞാൽ? ദേ ആർ ദി ഡിസീസ് കോസിങ്. അപ്പൊ ആരാണ് ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാര്? സ്മൂത്ത് ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. റഫ് എന്താണ്? നോൺ വിറുലന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോൺ പാത്തോജനിക്. നോൺ പാത്തോജനിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവരെന്ത് ചെയ്യില്ല? ഡിസീസ് കോസ് ചെയ്യില്ല. അപ്പൊ ആരാണ് ഹാർംഫുൾ ആയിട്ടുള്ളത്? സ്മൂത്ത് ആണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഇത്രയേ ഉള്ളൂ. ഈ 2 ടൈപ്പ് ബാക്ടീരിയാസിനും എന്ത് ചെയ്തു? മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. അപ്പൊ ആദ്യം എന്താ ചെയ്തത്? ഈ സ്മൂത്ത് സ്ട്രെയിൻ ബാക്ടീരിയാസിനെ മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചു? എസ് എന്താണ്? നമ്മുടെ വിറുലന്റ് ആണ്, അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പാണ് അല്ലെ. അപ്പൊ ഇവരെ മൈസിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ എന്താണ്? മൈസ് ഡൈ ആയി. എന്താ കാരണം? മൈസിന് ഏത് ഡിസീസ് വന്നു? നിമോണിയ വന്നു. അപ്പൊ നിമോണിയ വന്നത് കൊണ്ട് എന്ത് ചെയ്തു? മൈസ് ഇവിടെ ഡെഡ് ആയി. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഈ R സ്ട്രെയിൻ എവിടേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുത്തു? മൈസിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുത്തു. മൈസ് എന്തായത്? ലിവിങ് കണ്ടീഷൻ വന്നു. കാരണം എന്താ? ഇവര് നോൺ പാത്തോജനിക് ആണ്. അപ്പൊ എന്താണ്? ഇവിടെ ഡിസീസ് വന്നില്ല, അതുകൊണ്ട് അത് ലിവിങ് കണ്ടീഷനിൽ നിന്നു. നെക്സ്റ്റ് എന്ത് ചെയ്തെന്നറിയോ? ഈ നമ്മുടെ എസ്ട്രെയിനെ തന്നെ എന്ത് ചെയ്തു? നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യും. കാരണം വെരി ഹൈ ടെമ്പറേച്ചറിൽ ഒരിക്കലും ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? എസ്ട്രെയിനെ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തു. അതിന് നേരെ എവിടേക്ക് ഇൻജെക്ട് ചെയ്തു? മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. അപ്പൊ പക്ഷെ എന്താണ്? ഇതിന് ഹീറ്റ് കിൽഡ് ആയതുകൊണ്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റിയില്ല? അവിടെ ഡിസീസ് കോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്തു? എഗെയിൻ ഇതിനെന്തുണ്ടായില്ല? ഡിസീസ് വന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ മൈസ് ഏത് കണ്ടീഷനിൽ നിന്നു? ലിവിങ് കണ്ടീഷൻ. ഇവിടെയും എന്താണ്? ഡിസീസ് വന്നില്ല. അപ്പൊ മൈസ് ലിവിങ് ആയി, ഇവിടെയും മൈസ് ലിവിങ് ആയി. അതേസമയം ഫസ്റ്റ് കേസിൽ മാത്രം എന്ത് ചെയ്തു? മൈസ് അവിടെ ഡെഡ് ആയി. അപ്പൊ നെക്സ്റ്റ് 4ാമത്തെ പരിപാടി എന്താ ചെയ്തത്? ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ ആരെ കൂടി മിക്സ് ചെയ്തു? ഈ R സ്ട്രെയിനെയും കൂടി മിക്സ് ചെയ്തു. അതായത് 2 ബാക്ടീരിയയുടെ കോളനി തമ്മിലൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് നേരെ എവിടേക്ക് കൊടുത്തു? മൈസിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുത്തു.
അപ്പൊ മൈസ് എന്ത് ചെയ്തു? എന്താ സംഭവിച്ചേ? മൈസ് അവിടെ ഡൈ ആയി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഡൈ ആയിട്ടുണ്ടാവുക? അതായത് മൈസിന് ഇവിടെ ഏത് ഡിസീസ് വന്നു? ന്യൂമോണിയ വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ്? ന്യൂമോണിയ കോസ് ചെയ്യുന്ന ആരായിരുന്നു? എസ് ട്രെയിൻ ആണ്. പക്ഷെ അതിനെന്ത് ചെയ്തു? ഹീറ്റ് കില്ലായി. അപ്പൊ ഹീറ്റ് കില്ലായപ്പോ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ഡിസീസ് വരാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്തു? എന്തുകൊണ്ടും അതിന് ഡിസീസ് വന്ന് അത് ഡെഡായി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? അതിൽ ബാക്കിയുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇത് ഡൈ ആയി എന്ന് നോക്കി. അപ്പൊ ഡൈ ആയി എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്ത്? ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള നമ്മുടെ എസ് ട്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ ഹീറ്റ് കിൽ ചെയ്തു അല്ലെ. അപ്പൊ ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് ട്രെയിനിൽ നിന്ന് എന്തോ ഒരു ഫാക്ടർ, എന്തോ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്തു? നമ്മുടെ ആറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതായത് എസ് ട്രെയിനിൽ നിന്ന് എന്തോ ഒരു സംഭവം എവിടേക്ക് വന്നു? ആർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആർ കോളനിയിലേക്ക് വന്നു. അപ്പൊ വന്നപ്പോ എന്ത് ചെയ്തു? ഈ ആറ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എസ് ട്രെയിൻ അല്ലെങ്കിൽ എസ് സ്മൂത്ത് സ്ട്രെയിൻ്റെ കോളനീസ് ആയിട്ട് മാറി. അപ്പൊ എന്താ ഇവിടെ കൺവേർഷൻ നടന്നേ? ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് ട്രെയിനിൽ നിന്ന് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? എന്തോ ഒരു മെറ്റീരിയൽ, ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കാം. ഇതെന്ത് ചെയ്തു? നേരെ ആറിലേക്ക് വന്നു. അപ്പൊ ആറ് എന്തായിട്ട് മാറി? ആറ് എഗെയിൻ എന്ത് പ്രോപ്പർട്ടീസ് കാണിച്ചു? എസിന്റെ പ്രോപ്പർട്ടീസ് കാണിച്ചു. അപ്പൊ എന്ത് മനസ്സിലായി? എന്തോ ഒരു മെറ്റീരിയൽ അവസാനം എന്തായിട്ട് കൺസിഡർ ചെയ്തു? ഇതൊരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഈ ജനറ്റിക് മെറ്റീരിയൽ എവിടെ നിന്ന് കൺവേർട്ട് ചെയ്തു എന്നാ പറയണത്? എസ് ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് വന്നു. ആർ സ്ട്രെയിനെ എന്താക്കി മാറ്റാൻ പറ്റി? എസ് ആക്കി മാറ്റി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് ട്രെയിനിന് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ്? ആർ സ്ട്രെയിൻ ഫൈനലി എന്തായിട്ട് മാറി? ദിസ് അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു എസ് ട്രെയിൻ. ഈ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രിഫ്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? എന്താ ഇതിന്റെ കൺക്ലൂഷൻ? നമ്മുടെ ഹീറ്റ് കിൽഡ് എസ് ട്രെയിനിൽ നിന്ന് എന്ത് ചെയ്തു? ജനറ്റിക് മെറ്റീരിയൽ എവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു? ജനറ്റിക് മെറ്റീരിയൽ എവിടേക്കാണ് ഇതിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നേരെ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അപ്പൊ ആർ സ്ട്രെയിൻ എന്തായിട്ട് മാറി? അല്ലെങ്കിൽ ആർ കോളനി ദാറ്റ് ബിക്കം എസ് ആയിട്ട് മാറി. എസ് ആയി കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് കോസ് ന്യൂമോണിയ. അപ്പൊ ന്യൂമോണിയ വന്നപ്പോ എന്ത് ചെയ്തു? നമ്മുടെ മൈസ് ഇവിടെ ഡൈ ആയി. ഈ എക്സ്പെരിമെന്റിനെ പറയുന്ന പേരാണ് നമ്മുടെ ഗ്രിഫ്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ഈ ഫ്ലോ ചാർട്ട് പോലെ എഴുതുന്നതിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇവിടെയൊക്കെ നമുക്ക് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഏതാണ്? ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേറെ സയന്റിസ്റ്റ് നമ്മളിപ്പോ ഗ്രിഫ്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് പഠിച്ചപ്പോ നമ്മൾ എന്താ പഠിച്ചേ? നമ്മള് ആർ സ്ട്രെയിൻ എസ് ട്രെയിൻ എക്സ്പെരിമെന്റ് പഠിച്ചു അല്ലെ. അപ്പൊ എന്താ ഒരു ജനറ്റിക് ഫാക്ടർ എന്ത് ചെയ്യുവാണ്? എസ് ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത സയന്റിസ്റ്റ് ആണ് ആരൊക്കെയാണ്? 3 സയന്റിസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓസ്വാൾഡ് ഏവറി, കോളിൻ മെക്ലിയോഡ് ആൻഡ് മാക്ലിൻ മെക്കാർട്ടി. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് കൊടുക്കുവാണെങ്കിൽ ഏവറി, മെക്ലിയോഡ് ആൻഡ് മെക്കാർട്ടി. ഈ 3 സയന്റിസ്റ്റ് എന്ത് ചെയ്യുവാണ്? നമ്മുടെ ഗ്രിഫ്തിന്റെ സെയിം എക്സ്പെരിമെന്റ് തന്നെ അതിനൊരു ബയോകെമിക്കൽ നേച്ചറും കൂടിയും ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിളിൽ ഒന്നുകൂടി അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അപ്പൊ എന്ത് ഈ ബയോകെമിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിന്റെ ഒരു കെമിക്കൽ കോമ്പൗണ്ട്സ് ഇപ്പൊ നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ കാണാൻ പറ്റുക? DNA ഉണ്ട്, RNA ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഗ്രിഫ്ത് പറഞ്ഞത് എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുവാണ്? എസ്സിന്ന് ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞു അല്ലെ. അങ്ങനെ എസ് ട്രെയിൻ എന്തായിട്ട് മാറി? ആറായിട്ട് മാറി എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പൊ എന്താണ് ഇതില് നമുക്കിപ്പോ ജനറ്റിക് മെറ്റീരിയൽ എന്ത് വരാം? DNA വരാം, RNA വരാം, പ്രോട്ടീൻസ് വരാം. അപ്പൊ എന്താണ് അതിനൊന്നും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള നമ്മുടെ എസ് ട്രെയിൻ ഈക്കോളിന്ന് എന്ത് ചെയ്തു? നേരെ ഈ 3 കോമ്പൗണ്ട്സും ഐസൊലേറ്റ് ചെയ്തു. ഇതൊക്കെയാണ് DNA, RNA, പ്രോട്ടീൻസ്. ഈ 3നെയും എന്ത് ചെയ്തു? ഐസൊലേറ്റ് ചെയ്തു. ദെൻ അതിനെ പ്യൂരിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എക്സ്പെരിമെന്റ് നടത്തി. അതായത് ഇപ്പോ നമുക്ക് DNA-നെ, RNA-നെ, പ്രോട്ടീൻസിനെ ഐസൊലേറ്റ് ചെയ്തു, പ്യൂരിഫൈ ചെയ്തു. ഈ സെയിം എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ്? ഇതിലൊന്നും തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽസ് ഇതിനെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്യുവാണ്. ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഇവർക്ക് ആർക്കും നമ്മുടെ RNA-ക്കോ പ്രോട്ടീൻസിനോ എന്തിനുള്ള കപ്പാസിറ്റി ഇല്ല? ട്രാൻസ്ഫോർമേഷനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി. പക്ഷെ എന്താണ്?
ഈ DNA മാത്രമാണ് എന്തിനുള്ള കപ്പാസിറ്റി ഉള്ളൂ, ഒരു ബാക്ടീരിയന്ന് നെക്സ്റ്റ് ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് മനസ്സിലായി. ആർക്കാണ്? DNA മാത്രം, ഓൺലി DNA മാത്രമാണ് എന്തിനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളൂ, ട്രാൻസ്ഫോർമേഷനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഈ 3 കോമ്പൗണ്ട്സ് അതാണ് നമ്മൾ ഈ ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചറും കൂടി അനലൈസ് ചെയ്തപ്പോൾ ന്യൂക്ലിയസിലെ DNA, RNA, പ്രോട്ടീൻസ് ഐസൊലേറ്റ് ചെയ്തു. പക്ഷെ എന്ത് മനസ്സിലായി? DNA മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ നമ്മുടെ ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള SCന്ന് Rലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് മാത്രമേ ഉള്ളൂ, DNA മാത്രമേ ഉള്ളൂ, മറ്റേ 2 പേർക്കും ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഒന്നും കൂടിയും ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ ട്രാൻസ്ഫോർമേഷന്റെ എക്സ്പെരിമെന്റ് എഗെയിൻ അവര് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്, ആദ്യം എന്ത് ചെയ്തു, ഇതിലേക്ക് നമ്മുടെ RNase എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ ഹീറ്റ് കിൽഡ് എസിനെ RNAയും കൂടി ജോയിൻ ചെയ്തു, നേരെ എന്ത് ചെയ്തു, മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് അനുസരിച്ച് എന്താണ്, മൈസ് എങ്ങനെയാ തന്നെയായി, അത് മൈസ് ഏത് ഫോമിൽ തന്നെ നിന്നു, ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് അനുസരിച്ച് മൈസ് ഡൈ ആയി. അതായത് നമ്മൾ ഈ എൻസൈം, നമ്മുടെ RNase എൻസൈം എന്താ അർത്ഥം, RNAനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ആണ് അല്ലെ. അപ്പൊ ഈ എൻസൈം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റിന് എന്താണ്, ദർ ഈസ് നോ ചേഞ്ച്, സെയിം എക്സ്പെരിമെന്റൽ റിസൾട്ട് തന്നെ കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു, ഈ പ്രോട്ടിയേസ് എൻസൈം യൂസ് ചെയ്തു. പ്രോട്ടിയേസ് എൻസൈം എന്തിനുള്ള എൻസൈംസ് ആയിരിക്കും, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ഹീറ്റ് കിൽഡ് എസിനെയും RNAയും കൂടി മിക്സ് ചെയ്തു, എവിടേക്ക് കൊടുത്തു, മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. എഗെയിൻ മൈസ് എന്തായി, ഡൈ ആയി. എന്തുകൊണ്ടായിരിക്കും ഡൈ ഉണ്ടാവുക, ഇതിന്റെ തന്നെ ട്രാൻസ്ഫോർമേഷൻ നടന്നു. അതായത് ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്തിനാ ചേഞ്ച് വരാത്ത, ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റിന് സെയിം റിസൾട്ട് തന്നെ കിട്ടി, എക്സ്പെരിമെന്റിന് ഒരു ചേഞ്ചും വന്നില്ല, സെയിം റിസൾട്ട്. നെക്സ്റ്റ് എന്ത് ചെയ്തു, DNA ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന DNA എൻസൈംസ് യൂസ് ചെയ്തു. അപ്പോൾ DNA എൻസൈം യൂസ് ചെയ്ത് ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടേണ്ട റിസൾട്ട് എന്തായിരുന്നു, മൈസ് ഡൈ ആവണതാണ്. പക്ഷെ എന്ത് ചെയ്തില്ല, നമ്മുടെ മൈസ് ഡൈ ആയില്ല, പകരം എന്ത് ചെയ്തു, മൈസ് ലിവിങ് കണ്ടീഷനിൽ നിന്നു. എന്തുകൊണ്ടാണ് ലിവിങ് കണ്ടീഷനിൽ വന്നത്, ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് ഒരു ചേഞ്ച് വന്നു. എന്താ ചേഞ്ച് വന്നേ, ഇവിടെ എന്ത് ചെയ്തു, RNase എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ RNA ഇവിടെ റിമൂവ് ചെയ്തു അല്ലെ. RNA റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ അർത്ഥം എന്താ, ഇവിടെ നമ്മുടെ SCന്ന് ഒരു ഫാക്ടറും എന്ത് ചെയ്തില്ല, Rലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിസീസ് കോസ് ചെയ്യില്ല. അപ്പോ ഇവിടെ എന്താണ്, ഇവിടെ അതിന് ന്യൂമോണിയ ഒന്നും വന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, മൈസ് ഇവിടെ ലിവിങ് കണ്ടീഷനിൽ നിന്നു. ഇനി ഈ 2 കേസിൽ എന്താ പ്രത്യേകത, ഇവിടെ നമ്മൾ RNase എൻസൈം വെച്ചപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ RNA ഇല്ല, പക്ഷെ പകരം ആരൊക്കെ ഉണ്ട്, ഇവിടെ DNA ഉണ്ടായിരുന്നു, പ്രോട്ടീനും ഉണ്ട്. അപ്പൊ എന്ത് പ്രത്യേകത, ഈ DNA എവിടെ നിന്നാണ്, ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള SCന്ന് ഈ DNA എവിടേക്ക് പോവും, Rലേക്ക് പോവും. R എന്തായിട്ട് വരും, S ആയിട്ട് വരും. മൈസിന് എന്ത് വരും, ന്യൂമോണിയ വരും. ഈ സെക്കൻഡ് കേസിൽ എന്തായിരുന്നു, ഇവിടെ നമ്മൾ ഏത് എൻസൈം യൂസ് ചെയ്ത, പ്രോട്ടിയേസ് എൻസൈം എന്ന് വെച്ചാൽ എന്ത് പോയി, പ്രോട്ടീൻ പോയി, പകരം ആരുണ്ടായിരുന്നു, ഇവിടെ DNA ഉണ്ട്, RNA ഉണ്ട്. ഈ എൻസൈമാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ എന്താ പ്രത്യേകത, ഇവിടെ DNA ഉണ്ട്. അപ്പൊ ഈ DNA എവിടെയുള്ളത്, നമ്മുടെ ഹീറ്റ് കിൽഡ് S സ്ട്രെയിനിൽ നിന്ന് നേരെ ആ സ്ട്രെയിനിലേക്ക് പോയി, R എന്തായിട്ട് മാറി, is again converted into S and it causes diseases and that leads to the death of mice. അപ്പൊ നമുക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ കിട്ടി, DNA മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറ്റിക് മെറ്റീരിയൽ DNA മാത്രമാണ് ഒരു ബാക്ടീരിയന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക്, അത് ഏത് ബാക്ടീരിയയിലേക്കാണ്, നമ്മുടെ SCന്ന് Rലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Rലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആര് മാത്രമാണ്, ഓൺലി DNA. അപ്പൊ DNA ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, R that changes into S. ഇതാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിന്റെ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിന് കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത സയന്റിസ്റ്റ് ആണ് ഏവറി, മക്ലിയോഡ് ആൻഡ് മെക്കാർട്ടി. അപ്പോൾ 3 സയന്റിസ്റ്റിന്റെയും കൂടി കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടി. ദാറ്റ് ഈസ് കോൾഡ്
ഇതിനൊരു മോഡിഫിക്കേഷൻ, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എക്സ്പെരിമെന്റ്സിന് ക്ലാരിഫിക്കേഷൻ കൊടുത്ത സയന്റിസ്റ്റ് ആണ്. അവരെന്താ ചെയ്ത്, ആദ്യം ഇതിനെ മൂന്നിനെയും ഐസൊലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോഴും മനസ്സിലായി എന്ത്, RNAക്ക് മാത്രമാണ് ട്രാൻസ്ഫോർമേഷൻ ഉള്ളൂ. ജസ്റ്റ് ഒന്നും കൂടി ക്ലാരിഫിക്കേഷന് വേണ്ടി വേരിയസ് എൻസൈംസ് വെച്ചിട്ടും ഈ സെയിം പ്രോസസ്സ് ചെയ്തു. സോ ദാറ്റ് ഈസ് ദി ക്ലാരിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഇതിന്റെ കൺഫർമേഷൻ ആണ്. ഓൾറെഡി 3 സയന്റിസ്റ്റ് എന്ത് ചെയ്തു, DNA ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും കൂടി നമ്മുടെ ഒരു അടുത്തൊരു എക്സ്പെരിമെന്റും കൂടി ഉണ്ട്. എന്താണ്, DNA തന്നെയാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്താണ് ശരിക്കും? നമുക്കിവിടെ ഈ കണ്ടീഷൻ നമ്മൾ ഹെർഷി ആൻഡ് ചേസിന്റെ എക്സ്പെരിമെന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വൈറസിനെ നേരെ നമ്മൾ എന്ത് ചെയ്തു, ഈ ബാക്ടീരിയ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വൈറസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയും. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ടീരിയാസിനെ, ഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറസ് ആണ്. അപ്പൊ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബാക്ടീരിയോഫേജ് എന്ന് പറയും. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ എന്താണ്, ഇവിടെ യൂസ് ചെയ്ത എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയനെ പറയുന്ന പേരാണ് നമ്മൾ ഈക്കോളി എന്ന് പറയും. ബാക്ടീരിയോഫേജ് നമുക്കറിയാലോ, അതിനെ അറ്റാക്ക് ചെയ്യുന്ന. ഈക്കോളി എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എസ്ക്രീഷ്യ കൊളൈ, നമ്മുടെ വാട്ടറിലൊക്കെ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയ ആണ്. വാട്ടർ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മുടെ ബോഡിയിൽ യൂസ്ഫുൾ ആണ്, പക്ഷെ അതിന്റെ നമ്പർ കൂടി കഴിയുമ്പോൾ ദാറ്റ് മേ കോസ് ഡിഫറെന്റ് ഡിസീസസ്. അപ്പൊ നമുക്ക് എന്താണ്, ഈ രണ്ട് ബാക്ടീരിയനെയും ബാക്ടീരിയോഫേജിനെയും വെച്ചിട്ടാണ് നമ്മുടെ 2 സയന്റിസ്റ്റ് ആരാണ്, ഹെർഷി ആൻഡ് ചേസ്. അപ്പൊ ഈ എക്സ്പെരിമെന്റിന്റെ പറയുന്ന പേരാണ് ഹെർഷി ആൻഡ് ചേസിന്റെ എക്സ്പെരിമെന്റ്. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ബാക്ടീരിയോഫേജിന്റെ 2 ടൈപ്പ് ബാക്ടീരിയോഫേജിനെ മാനുഫാക്ചർ ചെയ്യണം. അതേതാണ്, ഒരു ടൈപ്പ് ബാക്ടീരിയോഫേജിൽ 2 ടൈപ്പ് വൈറസിനെ നമ്മൾ ഓൾറെഡി ഫോം ചെയ്യുവാണ്. ആദ്യത്തെ ബാക്ടീരിയോഫേജിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ആദ്യം തന്നെ നമ്മുടെ ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ ഒന്ന് റീകോൾ ചെയ്യണം. എങ്ങനെയാ ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ? ഇതാണ് നമ്മുടെ ഒരു ബാക്ടീരിയോഫേജ്. ടാഡ്പോൾ ഷേപ്പ് എന്നാണ് ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ പറയാ. ഇതാണ് ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ. ഇതിനെന്താണ്, ഇതാണ് അതിന്റെ ഹെഡ് പോർഷൻ, ഇത് ഇതിന്റെ ടെയില്, പിന്നെ ഒരു നെക്ക്, കോളർ എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത്, ഇതിന്റെ കവറിംഗ് ആണ് എന്ത്, പ്രോട്ടീൻ കോട്ട്. പ്രോട്ടീൻ കോട്ടിനെ പറയുന്ന പേര് ക്യാപ്സിഡ് എന്നാ പറയും. നമ്മൾ +1 പഠിച്ചതാണ്. പിന്നെ ഓൾറെഡി എന്താണ്, ഇവിടെ ഒരു ന്യൂക്ലിക് ആസിഡ്, ബാക്ടീരിയോഫേജിന്റെ ന്യൂക്ലിക് ആസിഡ് ഏതാണ്, DNA. അപ്പോൾ DNA ഉണ്ട്, DNA കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ട്, അതാണ് നമ്മുടെ എന്ത്, ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഈ ഒരു ടൈപ്പ് ബാക്ടീരിയോഫേജിൽ എന്ത് ചെയ്തു, ഇതിന്റെ നമ്മുടെ പ്രോട്ടീൻ കോട്ടിൽ എന്തുണ്ട്, സൾഫർ ഉണ്ട്. ഈ സൾഫറിനെ നേരെ റേഡിയോ ആക്റ്റീവ് ആക്കി. എന്താക്കി, സൾഫറിനെ നേരെ റേഡിയോ ആക്റ്റീവ് ആയിപ്പോയി. നമ്മൾ അതിനെ സൾഫർ 35 എന്ന് പറയും. അടുത്ത ടൈപ്പ് ബാക്ടീരിയോഫേജിൽ എന്താ ചെയ്തേ, ഇതിലെ ന്യൂക്ലിക് ആസിഡിനെ റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റി. ഈ ബാക്ടീരിയോഫേജില് ഇതിനെന്താ ചെയ്തത്, നമ്മുടെ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA റേഡിയോ ആക്റ്റീവ് ആക്കി. DNA എന്താണ്, ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്സിനെ റേഡിയോ ആക്റ്റീവ് ആക്കി. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക, അതിനെ P32. അപ്പൊ ഒരെണ്ണത്തിൽ ഒരു ബാക്ടീരിയോഫേജിൽ എന്ത് ചെയ്തു, സൾഫറിനെ റേഡിയോ ആക്റ്റീവ് ആക്കി. ഇവിടെ എന്താണ്, ഫോസ്ഫേറ്റ്. നമ്മുടെ DNA സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫേറ്റിനെ റേഡിയോ ആക്റ്റീവ് ആക്കി. ഇനി എന്ത് ചെയ്തു, ഇവര് 2 പേരെയും സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഈക്കോളയിലേക്ക് അല്ലെങ്കിൽ ഈക്കോളയുള്ള മീഡിയത്തിലേക്ക് ആഡ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്, 2ഉം ഈക്കോളയിലേക്ക് കൊടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, അതാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയും. ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഇത് ബാക്ടീരിയോഫേജ് ആണ്, ആരെ അറ്റാക്ക് ചെയ്തോളും, ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്തോളും. നെക്സ്റ്റ് എന്ത് ചെയ്യും, ഇതിനൊന്ന് കൾച്ചർ ചെയ്ത് കുറച്ച് സമയം കൾച്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ടൊന്ന് അതിനൊന്ന് അജിറ്റേറ്റ് ചെയ്തെടുത്തു. അതാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തു. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ എന്താ പ്രത്യേകത, ഇവരുടെ സെൽ വോളൊക്കെ അങ്ങ് ബ്രേക്ക് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്തു, ബ്ലെൻഡിങ് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു, ഇവരൊന്ന് സെൻട്രിഫ്യൂജ് ചെയ്യുവാണ്. സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നല്ല ഫോഴ്സിൽ നമ്മൾ ഇതിനൊരു ടെസ്റ്റ് ട്യൂബിലേക്ക്, ഈ മീഡിയത്തിനെ നേരെ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ആക്കി നല്ല ഫോഴ്സിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും.
റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഭാഗത്ത് ഈ പ്രസിപ്പിറ്റേറ്റ് ഫോമിൽ എന്താ കിട്ടാന്നറിയോ? ബാക്ടീരിയ സെല്ലിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ബാക്ടീരിയാസ് ഒക്കെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും. വൈറൽ പാർട്ടിക്കിളിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് വൈറസ് ഒക്കെ എവിടെ നിൽക്കും? ഇവിടെ നിൽക്കും. ഇങ്ങനെയാണ് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ സെൻട്രിഫ്യൂജ് ബ്ലെൻഡ് ചെയ്തു, സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്ടീരിയാസ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? താഴെ. വൈറസ് എന്ത് ചെയ്തു? വൈറൽ പാർട്ടിക്കിൾസ് ശരിക്കും ഡെൻസിറ്റി കുറവായതുകൊണ്ട് എവിടെ വരും? ശരിക്കും ഇതിന്റെ സൂപ്പർനേറ്റിൽ എന്ന് വെച്ചാൽ വെള്ളം തെളിയെന്നൊക്കെ പറയും, തെളിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് സൂപ്പർനേറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇതിന്റെ ഡെപ്പോസിഷൻ വരുമ്പോൾ ബാക്ടീരിയാസ് വരും. ഈ സൂപ്പർനേറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് വൈറൽ പാർട്ടിക്കിൾസ് ആണ് വരിക. അപ്പൊ എന്ത് ചെയ്തു? നെക്സ്റ്റ് നമ്മൾ എന്താ അനലൈസ് ചെയ്യേണ്ട? ഈ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എവിടെ ഉണ്ടെന്നാണ് നോക്കണേ. അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ എവിടെ കൊടുത്തേ? സൾഫർ ആണ് റേഡിയോ ആക്റ്റീവ് ആക്കി കൊടുത്തത്. എവിടെ? നമ്മുടെ ബാക്ടീരിയോഫേജിൽ. അപ്പൊ നേരെ എന്ത് ചെയ്തു? ഈ ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? ഈ വൈറൽ പാർട്ടിക്കിൾസും ഇതും കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ജനറ്റിക് മെറ്റീരിയലിന് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാ പറയണേ. അപ്പൊ നോക്കിയേ, ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? നമ്മുടെ ഇവിടെ ഈ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എല്ലാം എവിടെയാണ് നമ്മൾ കൊടുത്തിരുന്നേ? വൈറസിലാണ് കൊടുത്തിരുന്നേ. ആ വൈറസിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സൾഫർ ഉണ്ടായിരുന്നു. അതേസമയം ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ എവിടെ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കൊടുത്തത്? ഇവിടെ വൈറസിലാണ് കൊടുത്തത് അല്ലെ? പക്ഷെ ഇവിടെ ഈ വൈറസ് പാർട്ടിക്കിൾസ് കാണുന്ന സൂപ്പർനേറ്റന്റിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടായില്ല. പകരം എവിടെയായിരുന്നു റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കിടന്നിരുന്നത്? ഇവിടെയാണ്. അപ്പോ ഇവിടെ എന്താ പ്രത്യേകത? രണ്ട് നമ്മൾ കൊടുത്തത് എവിടെയാണ്? എവിടെയാ കൊടുത്തത്? വൈറസിന് തന്നെയാണ് നമ്മൾ രണ്ട് സ്ഥലത്തും എന്ത് കൊടുത്തത്? റേഡിയോ ആക്റ്റീവ് കൊടുത്തത്. പക്ഷെ ഫസ്റ്റ് കേസിൽ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എവിടെ വന്നു? നമുക്ക് വൈറസ് കൊടുത്ത സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, എങ്ങോട്ടും പോയിട്ടില്ല. അതേസമയം സെക്കൻഡ് കേസിൽ എന്താണ്? നമ്മൾ ഡി എൻ എയില് ഫോസ്ഫേറ്റിനാണ് റേഡിയോ ആക്റ്റീവ് മാറ്റിയത്. അതെവിടെ ഉണ്ടായിരുന്നില്ല? ഈ വൈറൽ പാർട്ടിക്കിൾ കാണുന്ന ഭാഗത്തില്ല. പകരം എവിടെ വന്നു? ബാക്ടീരിയാസ് കാണുന്ന ഭാഗത്ത് വന്നു. ഇത് നമുക്ക് എന്താ മനസ്സിലാവണത്? ഈ പ്രോട്ടീൻസ് നമ്മൾ ഇവിടെ എന്താണ്? ഈ സൾഫർ എവിടെയാ കൊടുത്തത്? പ്രോട്ടീൻസിലാണ് കൊടുത്തത് അല്ലെ? അപ്പൊ പ്രോട്ടീൻസിൽ ഒരിക്കലും എന്ത് വരുന്നില്ല? നമുക്കിവിടെ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അവിടെ കാണുന്നില്ല. അതായത് ഈ സൾഫറിലുള്ള ഈ S35 എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ വൈറസിന്ന് എന്ത് ചെയ്തില്ല? ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തില്ല. ഇത് വൈറസിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അതേസമയം ഇവിടെ എന്താ പ്രത്യേകത? നമ്മുടെ ഇവിടെ കൊടുത്ത ഈ ഫോസ്ഫറസ് എന്ത് ചെയ്തു? ഈ ഫോസ്ഫേറ്റ്, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫേറ്റ് എന്ത് ചെയ്തു? ഈ വൈറസിന്ന് എവിടേക്ക് വന്നു? ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്തപ്പോ ബാക്ടീരിയയിലേക്ക് വന്നു. അപ്പൊ ആർക്കാണ്? ഇവർക്ക് ഈ പ്രോട്ടീൻസിന് എന്തിനുള്ള കപ്പാസിറ്റി ഇല്ല? ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? DNA-ക്ക് എന്തുണ്ട്? ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ DNA ആണ് എന്തെന്ന് മനസ്സിലായി? ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഐഡന്റിഫൈ ചെയ്ത എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ഹെർഷി ആൻഡ് ചേസിന്റെ എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരാൻ കാരണം? DNA-ക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ DNA-നെ എന്ത് പറയുന്നത്? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി DNA-യുടെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആയിരിക്കും? DNA-യുടെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സബ്സ്റ്റൻസ്, ഇപ്പൊ DNA ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, RNA ആയിക്കോട്ടെ, ഏതിനെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് എന്തിനുള്ള കപ്പാസിറ്റി വേണം? റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. എന്താ റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്ലിക്കേഷൻ. ഒരു DNA-യോ RNA-യോ പ്രോട്ടീൻ ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമുക്ക് എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനെന്താണ്? മൾട്ടിപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി വേണം, അല്ലെങ്കിൽ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഒപ്പം തന്നെ എന്തായിരിക്കണം? ഇത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. സ്ട്രക്ചറലി അല്ലെങ്കിൽ കെമിക്കലി സ്റ്റേബിൾ ആവണം. ഒപ്പം തന്നെ എന്താണ്? സ്റ്റേബിൾ ആവും വേണം. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യണം? അതിന് ചെറിയ ചേഞ്ചസ് ഒക്കെ വരണം. അതായത് മ്യൂട്ടേഷൻ നടക്കണം. പക്ഷെ എന്താണ്? ഭയങ്കര ലാർജ് സ്കെയിലിൽ മ്യൂട്ടേഷൻ ഒന്നുമല്ല. നമുക്കൊരു വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും എന്ത് വേണം? മ്യൂട്ടേഷൻ വേണം. അപ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിന് ചെറുതായിട്ട് എന്ത് നടക്കണം? മ്യൂട്ടേഷൻ നടക്കണം. ഒപ്പം തന്നെ അത് എന്ത് ചെയ്യണം? മെന്റലി എല്ലാ ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ചെയ്യണം. കാരണം എന്താണ്? ജീൻസ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിലെ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ മെന്റേലിയൻ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് പറയുള്ളൂ? ദാറ്റ് ഈസ് കൺസിഡർ ആസ് ദി ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്? ജനറ്റിക് മെറ്റീരിയൽ ആവാൻ ആദ്യം
റിപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി വേണം, പിന്നെ എന്താവണം, സ്റ്റേബിൾ ആവണം, ലെസ് മ്യൂട്ടേഷൻ വേണം, പിന്നെ എന്ത് ചെയ്യണം, എക്സ്പ്രസ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. അപ്പൊ ഈ എല്ലാ ക്യാരക്ടേഴ്സും കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്ന ആർക്കാണ്, DNA-ക്കാണ്. ഇപ്പൊ DNA എന്താണ്, ഈ എല്ലാ പ്രോപ്പർട്ടീസ് കൊണ്ട് എന്താണ് DNA-ക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ എന്താണ്, DNA കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ എന്താണ്, DNA സ്റ്റേബിൾ ആവാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്താണ്, DNA എന്ന് പറഞ്ഞാൽ ഏത് ഷുഗർ ആണ്, DNA-ലും RNA-ലും വരുന്ന ഷുഗർ ഏതാണ്, റൈബോ ഷുഗർ ആണ്. പക്ഷേ DNA-ൽ വരുമ്പോ എന്താണ് നമ്മൾ പറയുന്ന പേര്, ഡിഓക്സി റൈബോ ഷുഗർ എന്ന് പറയും. ഡിഓക്സി എന്ന് പറഞ്ഞ എന്താ അർത്ഥം, ഒരു ഓക്സിജൻ അവിടുന്ന് പോയി, ഒരു ഓക്സിജൻ ഇല്ല. ഡി ഓക്സിജൻ എന്ന് പറയുമ്പോൾ വൺ ഓക്സിജൻ അവിടുന്ന് എന്താണ് റിമൂവ് ചെയ്ത് പോവാണ്, അതാണ് നമ്മൾ ഡിഓക്സി. അപ്പൊ നോക്കിക്കേ, ഇത് നമ്മൾ എന്താണ്, നമ്മുടെ റൈബോ ഷുഗറിന്റെ റിംഗ് സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ റിംഗ് സ്ട്രക്ചർ കൊടുക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തില് നമ്മുടെ റൈബോ ഷുഗർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത, ഇവിടെ OH ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഡിഓക്സി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓക്സിജൻ പോയി. അപ്പൊ ഒരു ഓക്സിജൻ പോയപ്പോൾ ഇവിടെ എന്ത് മാത്രം, ഹൈഡ്രജൻ മാത്രം വന്നു. അപ്പോൾ നമ്മൾ ആരാ സ്റ്റേബിൾ എന്ന് പറഞ്ഞത്, DNA ഈ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. DNA സ്റ്റേബിൾ ആവാൻ കാരണം എന്താണ്, DNA-ല് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ എന്താ ഉള്ളത്, ഓക്സിജന് OH-ന് പകരം എന്താണ്, H മാത്രമേ ഉള്ളൂ, ഓക്സിജൻ പോയി. അപ്പോൾ ഈ H-ന്റെ പ്രസൻസ് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഈ OH-ന് പകരം H വന്നത് കൊണ്ടാണ് DNA എന്തായിട്ട് വരണേ എന്നാ പറയണേ, കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് വരാനുള്ള കാരണം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെ അതുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് മെറ്റീരിയലിൽ DNA സ്റ്റേബിൾ. അതെന്തുകൊണ്ടാണ് പറയുന്നത്, DNA എന്താണ് കുറച്ചും കൂടി സ്റ്റേബിൾ ആവാൻ കാരണം എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ. എവിടെയാണ്, ഓൺ ദ സെക്കൻഡ് കാർബൺ ആറ്റം, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷൻ. ഈ പൊസിഷനിൽ നമുക്ക് എന്താണ്, OH-ന് പകരം H, അതാണ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ DNA-ലെ ജനറ്റിക് മെറ്റീരിയൽ ഏതൊക്കെയാണ്, അഡ്നിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ആണ്. അതേസമയം RNA-ലാണെങ്കിലോ തൈമിന് പകരം യുറാസിലാണ് വരുന്നത്. അപ്പോൾ ഈ യുറാസിലിന്റെ പ്രസൻസ് കാരണം എന്തായിരിക്കും, അതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. തൈമിന്റെ പ്രസൻസ് കാരണം എന്തായിരിക്കും, അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, സ്റ്റേബിൾ ആവാനുള്ള കാരണം, ഒന്ന് എന്താണ്, ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജന്റെ പ്രസൻസ്, ഒപ്പം തന്നെ എന്താണ്, വേറൊരു പ്രത്യേകത എന്താണ്, പ്രസൻസ് ഓഫ് തൈമിൻ, തൈമിന്റെ പ്രസൻസ് കൊടുക്കാം. ഒപ്പം തന്നെ എന്താണ്, RNA നമുക്ക് എന്താണ് കുറച്ചും കൂടി കൂടുതൽ റിയാക്റ്റീവ് ആണ്, ഭയങ്കര റിയാക്റ്റീവ് ആണ്, എല്ലാ റിയാക്ഷനിലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്, നമ്മുടെ RNA-ക്ക് എന്ത് പ്രോപ്പർട്ടി കൂടുതലാണ്, എൻസൈമാറ്റിക് പ്രോപ്പർട്ടി. എന്താ എൻസൈംസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ട് എല്ലാ റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എല്ലാ റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അതിന് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരും. അപ്പൊ നമുക്ക് എന്താണ്, RNA ജനറ്റിക് മെറ്റീരിയൽ അല്ലാത്തതിന്റെ കാരണം എന്താണ്, RNA കുറച്ചും കൂടി അൺസ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടായിരിക്കും അൺസ്റ്റേബിൾ ആവുന്നത്, യുറാസിലിന്റെ പ്രസൻസ്. പിന്നെ വേറെ എന്താണ്, RNA ഭയങ്കര റിയാക്റ്റീവ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് എന്താണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും അതിന് മ്യൂട്ടേഷൻ നടക്കുക. ഒപ്പം തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ അതെന്താണ്, ലെസ് സ്റ്റേബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, പക്ഷെ DNA എന്താണ്, എല്ലാ ഈ മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്, ഈ 4 പ്രോപ്പർട്ടീസ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യും. റിപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റേബിൾ ആണ്, മ്യൂട്ടേഷൻ ഉണ്ട്, പക്ഷെ അതെന്താണ് വളരെ കുറവാണ്. ഈ എല്ലാ പ്രോപ്പർട്ടീസും ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആൾക്കാർ ആരാണ്, DNA ആണ്. RNA എന്താണ് പ്രോപ്പർട്ടീസ് കാണിക്കും, പക്ഷെ ഇത്രയും ഇല്ല. ഇത് RNA കുറച്ചും കൂടി എന്താണ്, അൺസ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. പിന്നെ എന്താണ്, ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ എന്താണ്, ഇവിടെ OH ഗ്രൂപ്പ്. ഈ OH ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്, RNA-നെ അൺസ്റ്റേബിൾ ആക്കുന്നതിനുള്ള കാരണം എന്താണ്, ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിലുള്ള OH, ഒപ്പം തന്നെ എന്തിന്റെ പ്രസൻസ് ആണ്, യുറാസിലിന്റെ പ്രസൻസ്, ദെൻ റിയാക്റ്റീവ് ആവാൻ കാരണം എന്താ, ഇതിന് കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് കൂടുതൽ. അപ്പൊ RNA നമ്മൾ എന്താ പറയുന്നത്, എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ റൈബോ എൻസൈംസ് എന്നൊക്കെ പറയും, കാരണം RNA-ക്ക് ആ പ്രോപ്പർട്ടീസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, ആരാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്യാം, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷെ RNA ജനറ്റിക് മെറ്റീരിയൽ അല്ലാന്നൊന്നുമില്ല. RNA ജനറ്റിക് മെറ്റീരിയൽ വരും ഏതിലാണ്, ചില വൈറസിൽ. അങ്ങനെയുള്ള വൈറസിനെ പറയുന്ന പേരാണ് റിട്രോ വൈറസ് എന്ന് പറയും. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസ് ആണ് റിട്രോ വൈറസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ HIV ഒക്കെ എന്താണ്, റിട്രോ വൈറസ് ആണ്. പക്ഷെ കൂടുതൽ ഓർഗാനിസിൽ എന്താണ്, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ നോക്കിയാൽ നമുക്കിവിടെ DNA-യുടെയും RNA-യുടെയും പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്,
ഇവിടെ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്തു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ പറഞ്ഞേ? ജനറ്റിക് മെറ്റീരിയൽ ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് എന്താണ്? DNA എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ദെൻ ഫൈനലി നമ്മുടെ എന്താണ് എന്തായിട്ട് കൺസിഡർ ചെയ്തു? DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് പറയുന്നത് നമ്മുടെ DNAയുടെ പ്രോപ്പർട്ടീസും അതിന്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസിന് എന്താ പറയുന്നത്? റിട്രോ വൈറസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ ആണ്. നമ്മൾ ആദ്യം തന്നെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു? ജനറ്റിക് മെറ്റീരിയലിന്റെ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്തു? DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഐഡന്റിഫൈ ചെയ്തു. DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തപ്പോൾ എന്താ ചെയ്തത്? അതിനൊന്നും കൂടി ഒന്ന് കൺഫർമേഷൻ കൊടുത്തു. ഒപ്പം തന്നെ എന്താണ്? DNA ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള കാരണങ്ങൾ എന്താണ് പറഞ്ഞത്? നമ്മൾ അത് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. ആ സ്റ്റേബിൾ എന്ന് പറയുന്ന പോയിന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സ്റ്റേബിൾ? ഈ എച്ചിന്റെ പ്രസൻസ്, തൈമിന്റെ പ്രസൻസ്, ലെസ് റിയാക്റ്റീവ്. പക്ഷെ മ്യൂട്ടേഷൻ ഉണ്ട്. മ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? എവല്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ടുഡേസ് പോർഷൻ. സോ താങ്ക് യു വെരി മച്ച്.